ക്രയിങ് ബേബി നോറയുടെ ഗെയിമിൽ ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ലെന്ന് മനസ്സിലാക്കി സ്പേസ് കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും മിൽക്ക് എന്ന തരത്തിലാണ് നോറയ്ക്ക് കിട്ടുന്ന ചില അംഗീകാരങ്ങൾ. അതിലൊന്നായിരുന്നു ഇന്നലെ കിട്ടിയ ഫാട്ട് അംഗീകാരം. കൊടുത്തത് ജിൻഡോ ആണ്. പക്ഷേ ആ അംഗീകാരത്തെ അത് 8 മടക്കി പോക്കറ്റിൽ വെക്കാൻ നോറ തയ്യാറായില്ല. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇവിടെയും നമുക്ക് സംസാരിക്കേണ്ടി വരുന്നത്. ആക്ച്വലി ജിൻഡോ ചെയ്ത വളരെ തരം താഴ്ന്ന ഒരു രീതിയായി പോയി അത്. മനുഷ്യനെന്ന നിലയിൽ വളരെ സ്വാഭാവികമായ ഒരു കാര്യമാണ് സംഭവിച്ചതെങ്കിൽ പോലും ഒരു കംഫർട്ട് സർക്കിളിലോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സർക്കിളിലോ എന്നതിനപ്പുറം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത്തരമൊരു പ്രവൃത്തി പരസ്യമായി ചെയ്തു എന്നതിനേക്കാളും നോറ എന്ന ഹ്യൂമനിനെ ഡിസ്റെസ്പെക്ട് ചെയ്തു എന്നതാണ് അതിന്റെ കോണ്ടെക്സ്റ്റ്. ക്യാപ്റ്റൻ എന്ന നിലയിൽ ജിൻഡോയോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം മുട്ടിയപ്പോൾ കൊഞ്ഞനം കുത്താനായി എടുത്ത രീതി എന്ന നിലയിലാണ് ഈ സംഭവം ഡിസ്റെസ്പെക്ട്ഫുൾ ആവുന്നത്. നാഴിക്ക് 40 വട്ടം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ചെയ്യേണ്ട മാന്യതകളെപ്പറ്റി ഘോരം സംസാരിക്കുന്ന പലർക്കും ഈ വിഷയത്തിൽ ഹാസ്യത്തിനപ്പുറം മറ്റൊരു വികാരവും കാണാൻ സാധിച്ചിട്ടില്ല എന്നതും തോൽവിയാണ്. നിലപാടുകൾ മറക്കുന്ന അല്ലെങ്കിൽ ചിലർക്ക് വേണ്ടി നിലപാടുകളെ മറയ്ക്കുന്ന രീതിയാണത്. എല്ലാം കഴിഞ്ഞ് വന്നുള്ള സ്ഥിരം ജിൻഡോയുടെ സ്ട്രാറ്റജി പോലെയായിരുന്നു നോറയോടുള്ള മാപ്പ് പറച്ചിൽ. അവിടെയും സിബിൻ കട്ടയ്ക്ക് കൂടെ ഉണ്ടായിരുന്നു. ബിഗ് ബോസ് ഹൗസിലേക്ക് പൂജയും സിബിനുമൊക്കെ വൈൽഡ് കാർഡായിട്ട് വന്ന സമയത്ത് പ്രതീക്ഷയോടെ വിചാരിച്ചു ഗെയിം മാറ്റിപ്പിടിക്കുമെന്ന്. പക്ഷെ പല സ്ഥലങ്ങളിലും വന്നപ്പോൾ കിട്ടിയ നടയടിയുടെ ദേഷ്യം, ഫേവറിസം, ഇൻഫ്ലുവൻസിംഗ് ഒക്കെയാണ് സിബിന്റെ ഗെയിമിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്നതാണ് സത്യം. ജാസ്മിൻ, നോറ, ശ്രീതു, പിന്നെ കിച്ചൺ ടീമിലെ ഒരു 4 പേര് എന്നിവരല്ലാതെ ബാക്കി എല്ലാ അംഗങ്ങളും സ്വന്തം കളികളും നിലപാടുകളും മറന്ന് സിബിൻ എന്നയാളിൽ ഒതുങ്ങിക്കൂടുകയാണ്. എല്ലാം അനുസരിച്ച് സിബിന് കിരീടം നൽകി നിൽക്കുകയാണ്. ഒറ്റയാനായി ആ വീട്ടിൽ വിലസിയിരുന്ന ജിൻഡോ പോലും 1.5 ആഴ്ച മുന്നേ വരെ ജിൻഡോയുടെ നിസ്സംശയം എതിർത്തിരുന്ന ആളുകൾ പോലും ജിൻഡോയ്ക്ക് എല്ലാ രീതിയിലും അടിമപ്പെടുന്ന സിറ്റുവേഷൻസ് ലൈവിൽ കാണാൻ പറ്റാറുണ്ട്. ഇത്തവണത്തെ പവർ ടീം പോലും മാറ്റിപ്പിടിക്കലുകൾ നടത്തുന്നതൊക്കെ പരാജയത്തിലേക്ക് മാറുകയാണ്. അതിനുള്ള പണി കുറച്ചു നേരത്തേക്കെങ്കിലും പവർ റൂമിന്റെയും വീടിന്റെയും മെയിൻ ഡോറുകൾ പൂട്ടിക്കൊണ്ട് ബിഗ് ബോസ് കൊടുത്തിരുന്നു. ഉറങ്ങിയതിന്റെ പേരിൽ ഇന്നലെ നോറയ്ക്ക് കൊടുത്ത ശിക്ഷ ആക്ച്വലി നോറയ്ക്ക് കിട്ടിയ ഒരു വരം തന്നെയായിരുന്നു. ക്യാരക്ടർ ചേഞ്ചിങ് എന്നുള്ള ശിക്ഷയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. കിലുക്കത്തിലെ രേവതിയെ ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്. നന്ദിനി എന്ന കഥാപാത്രത്തിന്റെ എല്ലാ സാധ്യതകളും, പ്രത്യേകിച്ച് ബിഗ് ബോസ് വീട്ടിലെ ആ സിറ്റുവേഷനിലെ എല്ലാ സാധ്യതകളും മനസ്സിലാക്കി നോറ ഒരു അടിപൊളി പെർഫോമൻസ് നടത്തി. പ്രത്യക്ഷമായും പരോക്ഷമായും പലരെയും പലതരത്തിലും അടിച്ചിരുത്താനും കുത്താനും നോറ ശ്രമിക്കുന്നത് ഭംഗിയായി കാണാൻ സാധിക്കും. കോർട്ട് റൂം എന്ന് പറഞ്ഞിട്ടൊരു നീതിന്യായം നൽകുന്ന സമ്പ്രദായം കൊണ്ടുവന്ന് കോർട്ടിന്റെ രീതികളെ മനസ്സിലാക്കാതെ ഭൂരിപക്ഷ അഭിപ്രായത്തെ മാനിച്ച് ജിൻഡോയെ കുറ്റവിമുക്തനാക്കി. അവിടെ പലരും നടന്നത് തെറ്റായ കാര്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും വാദി ജാസ്മിൻ ആയതുകൊണ്ടും പ്രതി ജിൻഡോ ആയതുകൊണ്ടും മാത്രം കാലേവാരി നിലത്തടിക്കുന്നത് വളരെ മഹത്തായ കാര്യമാക്കി മാറ്റുകയായിരുന്നു. ആ വീട്ടിലെ 12 പേരും സിബിന്റെ നിഴലായി മാറുന്നു എന്നത് ഗബ്രി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വളരെ ശരിയാണെന്നാണ് പ്രേക്ഷകർ കൂടുതലും പറയുന്നത്.